മൂവാറ്റുപുഴയിൽ നിന്നും പെരുമ്പാവൂർക്കുള്ള യാത്രാമധ്യേ മണ്ണൂരിലെത്തിയപ്പോഴാണ് അവിടുത്തെ പ്രശസ്തമായ കല്യാണി ടെക്സ്റ്റൈൽസിനു മുന്നിൽ ഞാൻ ആ ബോർഡ് കണ്ടത്. സാധാരണ ഒരു തുണിക്കടയുടെ മുന്നിൽ കാണാനിടയില്ലാത്ത അസാധാരണമായ ഒരു പരസ്യ ബോർഡ്. എന്നാൽ പിന്നെ അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമുക്ക് ചോദിച്ചു പോവാം. നമസ്കാരം. മൂവാറ്റുപുഴയ്ക്കടുത്ത് നെല്ലാട് പെരുമ്പാവൂർ റോഡ് സൈഡിലാണ് മണ്ണൂർ കല്യാണി കളക്ഷൻസ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ വിഷരഹിത പച്ചക്കറി എന്നൊരു ബോർഡ് കാണാം. പലരും അന്വേഷിക്കാറുണ്ട് ഇത് എന്താണെന്ന്. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ചേർന്ന് നടപ്പാക്കിയ ഒരു സംരംഭമാണ് ഇന്ന് ഞങ്ങളുടെ ഷോപ്പിൽ വിൽപ്പന നടത്തുന്ന പച്ചക്കറികൾ. ഞങ്ങൾ പച്ചക്കറികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ ചെയ്യുന്നുണ്ട്, കണിവെള്ളിരി ചെയ്യുന്നുണ്ട്, മത്തൻ ചെയ്യുന്നുണ്ട്, കുക്കുംബർ ചെയ്യുന്നുണ്ട്, ചീര ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഞങ്ങൾ വിഷരഹിത പച്ചക്കറികൾ ഞങ്ങളുടെ പാടത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ പച്ചക്കറികളിൽ കൂടുതൽ സാധനങ്ങളും ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ വിറ്റ് തീർക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പൊ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വിഷരഹിത പച്ചക്കറി കൊടുക്കുക എന്നുള്ള സന്ദേശവും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്. ഇത് തുണിക്കടയുടെ മുമ്പിൽ പച്ചക്കറി ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്ചര്യം തോന്നാം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്ന കൃഷിയുടെ സാധനങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങളുടെ വിപണി കണ്ടെത്തുക എന്നുള്ള സന്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഷോപ്പിൽ വിൽപ്പന നടത്തുന്നത്. ഞങ്ങൾ 2 വർഷമായി ഞങ്ങൾ ഷോപ്പിൽ ഈ സാധനം വിൽപ്പന നടത്തുന്നു. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഒരു 90% സാധനവും ഇവിടെ തന്നെ സെയിലായി തീരുന്നുണ്ട്. ഞങ്ങൾ ഷോപ്പിൽ തന്നെ ഇവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ അതാത് ദിവസം തന്നെ ഈ സാധനങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്കത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കടയിലിരിക്കുമ്പോൾ പലപ്പോഴും ഈ സാധനം തീർന്നു പോയി കഴിയുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ എനിക്ക് നാളെ 2 കിലോ കുക്കുംബർ വേണം, അല്ലെങ്കിൽ 4 കിലോ ചീര വേണം, അല്ലെങ്കിൽ വെള്ളിരിക്ക വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്തേക്ക് വരുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടും പലരും നാളത്തേക്കുള്ള ഓർഡർ തലേദിവസം തരുന്നു. അങ്ങനെ അത് ഞങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ജനങ്ങളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. വിഷരഹിത പച്ചക്കറി ജനങ്ങൾക്ക് ഒരുപാട് താല്പര്യമുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളോട് ഉള്ള പെരുമാറ്റവും അവരുടെ സഹകരണവും സപ്പോർട്ടും കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. എന്റെ സ്ഥലം തൃക്കളത്തൂരാണ്. ഞാൻ സ്ഥിരമായിട്ട് കല്യാണി ടെക്സ്റ്റൈൽസിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കാറ്. ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, എനിക്ക് വേറൊരു ആകർഷണം കൂടിയുണ്ട്. നമ്മൾ വിഷരഹിതമായ പച്ചക്കറികളും കൂടി ഇവിടെ വന്നാൽ കിട്ടും. അതിന്റെ കാരണം നമ്മുടെ ഇതിന്റെ ഓണർ ചേട്ടന്റെ സ്വന്തം കൃഷിയിടത്തിൽ ഉണ്ടാക്കിയ, അവർ 2-3 ഫ്രണ്ട്സ് ചേർന്ന് ഉണ്ടാക്കിയ പച്ചക്കറിത്തോട്ടത്തിലെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ സ്ഥിരം വിൽപ്പനയ്ക്ക് വെക്കാറുണ്ട്. ഇതിപ്പം കാണാൻ പറ്റും, കുറച്ചൊക്കെ തീർന്നതാണ്. മിക്കവാറും ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോ തീർന്നിരിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് പച്ചക്കറിയും മേടിക്കാറ്. ഇപ്പോൾ വിഷരഹിതമായ പച്ചക്കറി കിട്ടും എന്നുള്ളതും കൂടി ഒരു പോസിറ്റീവ് കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൃഷി ഒന്ന് കാണണ്ടേ, അതിലേക്കൊന്ന് പോയാലോ? നാടൻ കുമ്പളാണിത്, വലുത്. ഇതൊക്കെയാണ് നാടൻ കുമ്പളം. ഇത് നല്ല കാറ്ററിംഗുകാർക്ക് നല്ല ഡിമാൻഡുള്ള സാധനമാണ്. കാരണം ഇത് മുറിച്ചുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഐറ്റം ദശ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമുള്ള അളവ് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് കാറ്ററിംഗുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് 11.5 കിലോ വരെയുള്ള ഐറ്റം ഉണ്ടായിരുന്നു ഇതിൽ പറഞ്ഞത്. ഇത് ഏകദേശം ഒരു 6 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഇതും ഒരു 5 കിലോയൊക്കെ വരും. നമസ്കാരം. ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് മണ്ണൂര് തൃക്കളത്തൂര് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് ഉള്ള തിരുനല്ലം പാടശേഖരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നത് എന്റെ സുഹൃത്തായ ഉണ്ണിച്ചേട്ടനാണ്. BSNL റിട്ടയർഡ് ജീവനക്കാരനാണ്. അതോടൊപ്പം തന്നെ ഒരു KSRTC ജീവനക്കാരൻ ജയരാജേട്ടനും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടി കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പാടത്ത് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഈ തവണ വിഷുവിന് 15,000 കിലോ കണിവെള്ളിരി ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് അത് ഗുജറാത്തിലേക്കാണ് ഫസ്റ്റ് ലോഡ് കയറ്റിയത്. പെരുമ്പാവൂർ മാർക്കറ്റ്, മൂവാറ്റുപുഴ മാർക്കറ്റ്, ആലുവ മാർക്കറ്റ്, എറണാകുളം മാർക്കറ്റ്, വൈറ്റില, ഇവിടേക്കാണ് ഞങ്ങളിത് സെയിൽ നടത്തിയിരുന്നത്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾക്കൊരു ലാഭം അതിൽ കിട്ടിയിരുന്നു. 5 ദിവസം കൊണ്ടാണ് ഞങ്ങൾ വിളവെടുപ്പ് തീർന്നത്. ആകെ പണിക്കാർ കൂട്ടിയേക്കണ നിസ്സാര ആളുകൾ മാത്രമേ കൂട്ടിയുള്ളൂ. ബാക്കി ഈ നാട്ടിലുള്ള ആളുകൾ ഞങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു. മാർക്കറ്റിൽ 22 രൂപ മുതൽ 28 രൂപ വരെയാണ് ഈ തവണ ഞങ്ങൾക്ക് വില കിട്ടിയിരിക്കുന്നത്. സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ കുക്കുംബർ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. തൊലിക്ക് കനം കുറവാണ്, പക്ഷെ നല്ല ഡിമാൻഡാണ്.
പിന്നെ ഞങ്ങൾ വാഴ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഞങ്ങളുടെ ബിസിനസിന്റെ ഇടയ്ക്കുള്ള ടൈമിലാണ് ഈ കൃഷി ചെയ്യുന്നത്. പണിയെല്ലാം ഞങ്ങൾ 3 പേരും കൂടി തന്നെയാണ് ചെയ്യുന്നത്. KSRTCയിൽ ജോലി ചെയ്യുന്ന ജയരാട്ടൻ പോയിട്ട് 1-2 ദിവസം വരും. ആ ദിവസവും ഉണ്ണിച്ചേട്ടൻ എല്ലാ ഫുൾ ടൈം പാടത്തുണ്ട്. ഞാൻ കൂടുതലും മാർക്കറ്റിങ്ങും അത്യാവശ്യ രീതിയിൽ ഒരു 80% എന്റെ വർക്കുള്ളൂ. അതിൽ 100% വർക്കുള്ള ഉണ്ണിച്ചേട്ടനാണ്, 90% വർക്കുള്ളത് ജയരാട്ടനാണ്. അങ്ങനെയാണ് ഞങ്ങളിവിടെ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്. KSRTCയിലെ ഡ്യൂട്ടി അനുസരിച്ചാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യാറ്. KSRTCയിൽ 1-2 ദിവസം എനിക്ക് പോയാൽ മതി. ബാക്കിയുള്ള ദിവസം ഫുൾ ടൈം വർക്കറാണ്. ഞാനും ഉണ്ണിച്ചേട്ടനും ഈ കല്യാണി അനിയും കൂടിയാണ് ചേർന്നാണ് മുഴുവൻ പണിയും ചെയ്യാറ്. ഒരു 90% പണികൾ നിസ്സാരം ചെയ്യാൻ പറ്റാത്തത് മാത്രമേ ആരെങ്കിലും വിളിക്കാറുള്ളൂ. ബാക്കി മുഴുവൻ പണിയും ഞങ്ങൾ തന്നെയാണ് ഈ പാടത്ത് ചെയ്തത്. അതിന്റെ ഗുണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ശാരീരികമായിട്ട് അസുഖങ്ങളൊന്നുമില്ല, എന്നും നല്ല ജോലി, നല്ല സന്തോഷമായിട്ട് പോകും. ഇതൊരു എൻജോയ്മെന്റിന്റെ ഭാഗം കൂടിയാണ്. ഇത്രയും നമ്മൾ കൃഷി ചെയ്തെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് ഭയങ്കര എനർജറ്റിക്കാണ് അത്. കാരണം നമ്മൾ ഇത്രയും ചെയ്തില്ലേ, ഞങ്ങൾ 3 പേര് കൂടി ഇത്രയും സാധനം ഈ നാട്ടിൽ ഉത്പാദിപ്പിച്ചു. അതിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ്. ഏകദേശം ഇത് 5 ഏക്കർ സ്ഥലമുണ്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. അതിൽ എന്റെ കുറച്ച് ഭൂമിയുണ്ട്, ബാക്കിയുള്ള ഞങ്ങൾ പാട്ടത്തിന് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. മഴുവന്നൂർ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന നെല്ലാട് കൃഷിഭവനാണ് ഞങ്ങളുടെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലം. മഴുവന്നൂർ കൃഷിഭവന്റെ കീഴിൽ കൃഷി ഓഫീസറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറും എല്ലാവരും ഞങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കൃഷിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും അവർ തരുന്നുണ്ട്, നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് വിളവെടുപ്പിന്റെ സമയത്ത് മാർക്കറ്റിംഗ് ചെയ്യാനും ഞങ്ങൾ ഓരോ ടൈമിലും അത് ഉണ്ടാവുന്ന വിളവ് വിറ്റ് പോയിട്ടുണ്ടോ എന്ന് അറിയാനൊക്കെ അവർക്ക് ഒരുപാട് ആശങ്കയോടുകൂടെ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ വിറ്റ് പോകുന്നതിൽ തന്നെ. ഞങ്ങൾ വേണ്ട രീതിയിൽ എല്ലാ രീതിയിലും ഞങ്ങൾ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു പ്രോത്സാഹനമാണ് അവരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഏത്തവാഴയാണ്. ഈ ഏത്തവാഴയുടെ പേര് സ്വർണ്ണമുഖി എന്നാണ്. ഇത് ഒരു 20 കിലോ 25 കിലോ വരെ തൂക്കം കിട്ടാറുണ്ട്. ഇത് ഞങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ കടയിൽ കല്യാണി കളക്ഷൻസിലാണ്. നല്ല വിളവ് കിട്ടുന്നുണ്ട്. ഇത് പാടത്തിന്റെ സൈഡിൽ തോട് കയറിയിട്ട് അതിന്റെ വരമ്പേലാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത്. തോടിന്റെ സൈഡിൽ നട്ടേക്കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാടത്ത് വരുമ്പോൾ ഒരു 10 മിനിറ്റ് കയറി ഇരിക്കുവാനും നല്ല കാലാവസ്ഥയിൽ ഇരിക്കുവാനും പറ്റും. നല്ല വെയിലാണ്, ആ വെയിലിന്റെ സമയത്ത് ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള. അപ്പൊ നല്ല വിളവും കിട്ടുന്നുണ്ട്. നല്ല കാറ്റും സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് നല്ല വിളവ് കിട്ടുന്നുണ്ട്. തോടിന്റെ സൈഡിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തോട്ടിൽ നിന്ന് വെള്ളം മുക്കി ഒഴിച്ച് നനയ്ക്കുവാനും കൂടുതൽ സൗകര്യങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഈ കുമ്പളങ്ങ ഉണ്ടോ, ഇത് ഒരു ഏകദേശം 8 കിലോ തൂക്കം വരും. 17 രൂപ മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് ഇപ്പോൾ നിലവിലെ വിലയുണ്ട്. ഹോൾസെയിൽ വിലയാണ് 17 രൂപ. ഇത് വെള്ളരിക്കും കുമ്പളങ്ങയും തമ്മിലുള്ള വ്യത്യാസം. കുമ്പളങ്ങ നമുക്ക് വിറ്റ് കഴിഞ്ഞ് ഒരെണ്ണത്തിന് മിനിമം ഒരു 100 രൂപയെങ്കിലും ആവറേജ് ഒരു കുമ്പളങ്ങ കിട്ടും. പക്ഷെ വെള്ളരിക്ക വിറ്റാൽ കിട്ടുന്നത് 25 രൂപ 30 രൂപയാണ് ഒരു കിലോ വന്നാൽ നമുക്ക് കിട്ടുന്ന വില വരുന്നത്. അല്ലെങ്കിൽ 1.5 കിലോ വന്നാൽ കിട്ടും. അപ്പോൾ കുമ്പളം നടുന്നതിനായി കൂടുതൽ ബിസിനസ് രീതിയിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല ആദായം കർഷകന് കിട്ടുന്നത് കുമ്പളത്തിലാണ്. കുമ്പളത്തിന് ഒരു കിലോ നല്ല തൂക്കം വരുന്നതുകൊണ്ടാണ് കുമ്പളവും വെള്ളിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇപ്പൊ ഈ കിടക്കുന്നതെന്ന് പറയുന്നത് നമുക്കൊരു ചോട്ടിലുണ്ടായിരിക്കുന്ന കുമ്പളമാണ് ഈ കാണുന്നത്. ഒരു 15-16 കുമ്പളം ഉണ്ടായിട്ടുണ്ട്. ശരാശരി 6 കിലോ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമുക്കൊരു 80-85 കിലോ കുമ്പളങ്ങ കിട്ടും. അപ്പൊ ഏകദേശം ഒരു ചോട്ടിൽ നിന്ന് നമുക്കൊരു 1000 രൂപയുടെ വരുമാനം നമുക്ക് കിട്ടും. കൃഷി എന്ന് പറയുന്ന വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കുമ്പളം ചെയ്തതിന് നല്ല വിജയമാണ്. മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ടാസ്ക് ഏറ്റവും കൂടുതൽ. പക്ഷെ എന്നാൽ ഹോൾസെയിൽ കടകളിൽ കൊടുക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, വാഹനത്തിൽ കയറ്റി നമ്മൾ ആലുവ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 1000 കിലോ തീരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. കടകളിൽ 20 കിലോ 50 കിലോ 80 കിലോ 100 കിലോ 150 കിലോ വീതം കടകളിൽ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വരെ പോകുന്ന ഒരു വണ്ടിക്കൂലിയാണ് ഒരു 500 രൂപ ഏറ്റവും കൂടുതൽ ഡീസൽ ചെലവ് വരുന്നുള്ളൂ. ബാക്കിയുള്ള കാശ് നമുക്ക് ലാഭമാണ്. ഇത് നമ്മുടെ കണിമത്തനാണ്. മാർക്കറ്റിൽ വിഷുവിന് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് ഈ സാധനം. നമുക്ക് കണി വെക്കണോ വെള്ളരിക്കോട് അതേ രീതിയിൽ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാധനമാണ്. കേരളീയരായിട്ടുള്ള ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കണിമത്തൻ. ഇത് തിന്നാനും നല്ല ഇതാണ്, കറി വെക്കാനും എല്ലാത്തിനും നല്ലതാണ്. ഇത് അത്യാവശ്യം നല്ല വിളവുണ്ടായിരുന്നു. വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കിടക്കുന്നതിന്റെ ബാലൻസിന് പറിക്കാനുള്ള സാധനങ്ങളാണ്. ഇതാണ് കണിവെള്ളരി. നല്ല ഷേപ്പ് ഉണ്ടാവും, നല്ല നീളം ഉണ്ടാവും, നല്ല കളർ ഉണ്ടാവും. ഇത് ഏകദേശം 2 കിലോ വെയിറ്റ് വരുന്ന കണിവെള്ളരിയാണ്. നല്ല വലിയ ഉരുളികളിലൊക്കെ എടുത്തു വെച്ചാൽ നല്ല മനോഹരമായിട്ട് സ്വർണ്ണമൊക്കെ ഇതിൽ ചാർത്തി വെള്ളിയും ചാർത്തി വെച്ച് കഴിയുമ്പോൾ നല്ല ഷോ ആയിരിക്കും കാണാനായിട്ട്. ഇതുപോലത്തെയാണ് കണിവെള്ളരി സാധാരണ രീതിയിൽ വലിയ ഉരുളിയുള്ള വീടുകളൊക്കെ കൊണ്ട് ചെയ്യുന്ന കണിവെള്ളരി എന്ന് പറയുന്നത്.